നമ്മൾ 17 കഴിഞ്ഞു, 18-ാമത്താണ്. സത്തും അസത്തിനെയും കുറിച്ചും പറഞ്ഞു. അതിനുശേഷം അടുത്ത് യാതൊന്നിനായി ഇതൊക്കെയും വ്യാപകപ്പെട്ടിരിക്കുന്നു, അതാകട്ടെ അവിനാശിയാണെന്ന് പറഞ്ഞാൽ അതും കഴിഞ്ഞു. അടുത്ത 18-ാമത്തെ ശ്ലോകമാണ്. അന്തവന്ത ഇമേ ദേഹ നിത്യസോക്ത ശരീരിണ അനാശിനോ അപ്രമേയസ്യ തസ്മാദ്യുത്യസ്വ ഭാരത. നിത്യനും നാശരഹിതനും അറിവിന് വിഷയമല്ലാത്തവനുമായ എന്നുവെച്ചാൽ ശരീരത്തിൽ കൂടി കൊള്ളുന്ന ആത്മാവിന്റെ ഈ ദേഹങ്ങൾ നശ്വരങ്ങളാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അർജുന യുദ്ധം ചെയ്തോളൂ. നിത്യനും നാശരഹിതനും അറിവിന് വിഷയമല്ലാത്തവനുമായ എന്നുവെച്ചാൽ ശരീരത്തിൽ കൂടി കൊള്ളുന്ന ആത്മാവിന്റെ ഈ ദേഹങ്ങൾ നശ്വരങ്ങളാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അർജുന യുദ്ധം ചെയ്തോളൂ. എന്നുമുള്ളവനും ഒരു മാറ്റമില്ലാത്തവനും ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് അഗോചരനുമായ ആത്മാവ്, ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് കാണാൻ പറ്റാത്ത അഗോചരനുമായ ആത്മാവ് കുടികൊള്ളുന്ന ആത്മാവിന്റെ ഉപാധിയായ ശരീരം ഭൗതിക വസ്തുക്കളാൽ നിർമ്മിതമാകിയാൽ നശ്വരമാണ്. അതാ ഈ ജീവാത്മാവിന്റെ 2 ഉപാധികളാ ഇതല്ല. ഏതല്ല? ഇന്ദ്രിയ മനോബുദ്ധികൾ, ശരീരവും. എന്നുവെച്ചാല് ഈ മനസ്സും ശരീരവും ഈ ജീവാത്മാവിന്റെ 2 ഉപാധികളാ. പക്ഷെ നമ്മളെന്ന് വിചാരിക്കുന്നത് ശരീരവും മനസ്സുമാണ് ഞാനെന്ന് വിചാരിക്കുന്നു. ഈ നമ്മുടെ ഇപ്പൊ എൻ്റെ ഫോൺ എൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞ പോലെ ഈ കണ്ണാടി ഞാനാകുന്നില്ല, ഫോൺ ഞാനാകുന്ന. പക്ഷെ എൻ്റെ തോന്നൽ ഈ ശരീരം ഞാനാണെന്നുള്ളത് തോന്നല. എനിക്ക് മനസ്സ് ഞാൻ ഇതിൽ പുറകോട്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഈ ജീവാത്മാവ് എന്ന് പറയുന്നത് ഞാനൊരു എനർജി സോഴ്സാ. പരമാത്മ ചൈതന്യം ഒരു എനർജിയാ, കോൺഷ്യസ് എനർജിയാ, ബോധ ഊർജമാ. ആ പരമാത്മ ചൈതന്യത്തിന്റെ അംശം ആണ് ഞാൻ. എന്നുവെച്ചാൽ ഈ ചൈതന്യത്തിന്റെ ഒരു അംശമായ ബോധമാണ് ഞാൻ. ആ ബോധം എൻ്റെ വാസനയെ പ്രതിഫലിക്കുമ്പോഴാണ് ബോധ ചിന്ത വരുന്നത്. ഇതൊരു ഉപാധിയാണ്. ഈ കാരണശരീരവും സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഉപാധികളാണ്. ഇതിന് കാരണം ഏതാ? എൻ്റെ കാരണശരീരം, വാസനയിൽ. ഈ വാസനയോട് ഈ പരമാത്മ ചൈതന്യം പ്രതിഫലിക്കുമ്പോൾ, കണക്റ്റ് ആവുമ്പോൾ ഈ ജീവാത്മാവ്, ഈ കാരണശരീരം എന്ന് പറയുന്നത് എന്തുവാ? എൻ്റെ അനുകൂല പ്രതികൂല അനുഭവങ്ങൾ അനുഭവിക്കാൻ ഈ ജീവാത്മാവ് ഒരു ശരീരം എടുത്തിരിക്കുക, ഒരു ഇൻസ്ട്രുമെന്റ് വാങ്ങിച്ചിരിക്കുക. ആ ഇൻസ്ട്രുമെന്റിൽ കൂടെ എനിക്കിത് അനുഭവിക്കും. ജീവാത്മാന ഇതൊരു ഉപാധിയാണ്. എനിക്ക് ആവശ്യം ഇതില്ലെങ്കിൽ എനിക്കിത് അനുഭവം ഇല്ല. ഈ ജീവാത്മാവിന്, നമ്മളാകുന്ന ഓരോ ജീവാത്മാക്കൾക്ക് ഈ കർമ്മഫലം അനുഭവിക്കണമല്ലോ. കഴിഞ്ഞ ജന്മം വരെ ഉണ്ടാക്കിയ സഞ്ചിത കർമ്മം ഇപ്പൊ പ്രാരബ്ധമായിരിക്കുക. ഈ പ്രാരബ്ധം അനുഭവിക്കുന്ന എങ്ങനെ? ജീവാത്മാവ് 2 ഉപാധി വേണം, ശരീരവും മനസ്സും. എന്ന് വെച്ചാല് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും. അപ്പൊ ഈ കാരണ ശരീരമാണ് ഞാൻ കൊണ്ടുവന്ന പ്രാരബ്ധം. ആ സഞ്ചിത കർമ്മം പ്രാരബ്ധമായി, അതെന്റെ കാരണശരീരമാണ്. ആ കാരണശരീരത്തിലോട്ടാണ് ഈ ഈശ്വരൻ കണക്ട് ആവുമ്പോഴാണ് ജീവൻ, ഈ ചൈതന്യവത്താവുന്നതാണ് ജീവൻ. ജീവനില്ല, ജീവനുണ്ടെന്ന് പറഞ്ഞില്ല, എന്തെങ്കിലും കഴിവോ മരിച്ചു, ജീവനില്ല. അതിന് ചിലന്തോ ആ ചൈതന്യം കണക്ട് ആയിട്ടില്ല, ചൈതന്യം വിട്ടു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മുഖ്യ ഗുണം നമ്മൾ ജീവനുള്ളവരാ, ജീവനില്ലാത്ത ശവമല്ല നമ്മളല്ല. നമ്മുടെ മുഖ്യ ഗുണം ഈ പരമാത്മ ചൈതന്യം തന്നെയാണ് നമ്മുടെ മുഖ്യ ഗുണം. അതിന്റെ അംശമാണ് ഞാൻ. അതാണ് എൻ്റെ മുഖ്യ ഗുണം, അല്ലാതെ എൻ്റെ വാസനയല്ല, അല്ല എൻ്റെ ശരീരമല്ല, ശരീരമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ വസ്തുക്കളോ അല്ല. അപ്പം ഈ ജീവാത്മാവ് ഈ അനുഭവിക്കുന്നത് 2 ഉപാധികളിലൂടെ, എൻ്റെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും. എന്നുവെച്ചാൽ എൻ്റെ ഈ ഭൗതിക ശരീരവും എൻ്റെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ മനസ്സിൽ കൂടാണ്, ഈ ഇന്ദ്രിയങ്ങൾ മുഖേനയാണ് ഞാൻ ഈ ജീവാത്മാവ് അനുഭവങ്ങളെല്ലാം അനുഭവിക്കുന്നത്. എന്നുമുള്ളവനും ഒരു മാറ്റമില്ലാത്തവനും ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് അഗോചരനുമായ ആത്മാവ് കുടികൊള്ളുന്ന, എന്നുവെച്ചാൽ ജീവാത്മാവ് ഇരിക്കുന്ന ഈ ആത്മാവിന്റെ ഉപാധിയായ ശരീരം ഭൗതിക വസ്തുക്കളാന്ന്. ഈ ശരീരം എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന? പഞ്ചഭൂതത്തിൽ നിന്ന്. ഭൗതിക വസ്തുക്കളാൽ നിർമ്മിതമാകിയാൽ നശ്വരമാണ്. ഈ ഭൗതിക വസ്തുക്കളിൽ നിന്നുണ്ടായ ഏതും നശ്വരമാണ്. ഇവിടെ നശ്വരം വെച്ചാൽ എന്തുവാ? നശിക്കുന്നതാണ്, നശ്വരമാണ്. നിത്യൻ എന്ന വിശേഷണം കൊണ്ട് ആത്മാവ് എന്നുമുള്ളവനെന്നും
അനാശി എന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള നാശിച്ച മാറ്റവും ആത്മാവിനില്ലെന്നും സൂചിപ്പിച്ചു. അപ്പൊ പൂർണ്ണനാശമോ ഭാഗികനാശമോ ആത്മാവിനില്ലെന്ന് ഭാവം. ഈ പൂർണ്ണനാശവും ഭാഗ്യനാശവും ഇല്ല. ഈ ആത്മാവാണ് ഞാൻ, പരമാത്മ ചൈതന്യം, പരമാത്മാവിന്റെ അംശമായ ആത്മാവാണ് ഞാൻ. ഈ ജീവാത്മാവിന് നാശമില്ല. ഈ വാസന മാറിക്കഴിഞ്ഞാലോ ഞാൻ പരമാത്മ ചൈതന്യമായി കഴിഞ്ഞു. ഇത് രണ്ടും എനർജി സോഴ്സാ, ബോധ ഊർജങ്ങളാ. യൂണിവേഴ്സൽ കോൺഷ്യസ് എനർജിയാണ് പരമാത്മ ചൈതന്യം. അത് എന്നിൽ കൂടെ പോകുമ്പോൾ, എൻ്റെ വാസനയിൽ പ്രതിഫലിക്കുമ്പോൾ, കണക്ട് ആവുമ്പോൾ ഞാനെന്ന് ജീവാത്മാവ് ഉണ്ടാവുന്നു. ഈ ജീവാത്മാവിനെ എങ്ങനെ നമ്മൾ പ്രകടമാകുന്നു? വാസന കാരണം. ഇല്ലെങ്കിൽ ഈ എനർജി സോഴ്സ് ആയിട്ട് ഞാൻ ഈ പരമാത്മ ചൈതന്യത്തോട് ലയിച്ചിട്ട് ഈശ്വരൻ നമുക്ക് കാണാൻ, ഈശ്വരനെ കാണാൻ പറ്റൂ? ഈ എനർജിയെ കാണാൻ പറ്റൂ? ഇലക്ട്രിസിറ്റിയെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത് ഒരു കോസ്മിക് എനർജിയാണ്. ഇതുപോലെ ഒരു ബോധ ഊർജ്ജമുണ്ട്. ഭൗതിക ഊർജ്ജമാണ് ഇലക്ട്രിസിറ്റി, ബോധ ഊർജ്ജമാണ് പരമാത്മ, നമ്മൾ ആത്മാവ്. ഞാൻ ആ ബോധ ഊർജ്ജമാണ്. പക്ഷെ നമുക്ക് രണ്ട് ഉപാധി കൂടെ ഇത് പ്രകടമാകുന്നുണ്ട്. ഈ ശരീരമാണെന്നുള്ളൊരു തോന്നൽ വരിക, ഇതൊരു ഭ്രമമാണ്. അപ്പൊ നമ്മൾ ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞാൽ ഞാൻ എന്നുള്ളത് ജീവാത്മാവാണ്. ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ അംശമാണ്. പക്ഷെ വാസനയോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് ജീവാത്മാവ് എന്ന് പറയുന്നു. വാസനകളെ ഞാൻ ഇല്ലാതായ ഞാൻ പരമാത്മ ചൈതന്യമാണ്. ജീവാത്മാവും പരമാത്മ ചൈതന്യവും രണ്ടും എനർജി സോഴ്സുള്ള ബോധ ഊർജ്ജമാണ്. സോ യൂണിവേഴ്സൽ കോൺഷ്യസ് എനർജിയുടെ വെച്ചാല് ഈ അണ്ടഘടാകം എല്ലാം ദേശകാല പരിമിതിയില്ലാതെ നീണ്ടു കിടക്കുന്ന ആ എനർജി സോഴ്സിന്റെ ഒരു എല്ലാത്തിനും കൂടെ കടന്നു പോയി, എന്നിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്റെ വാസനയെ പ്രതിഫലിക്കുന്നു. അങ്ങനെ ഒരു കണക്ഷൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ ജീവാത്മാവ് പ്രകടമാവുന്നത്. അപ്പൊ ജീവാത്മാവ് പ്രകടമാകുന്നത് എന്തിനു വേണ്ടിയാ? ഈ അനുഭവങ്ങളെ, അനുകൂല പ്രതികൂലമായ അനുഭവങ്ങളെ അനുഭവിക്കാൻ ഈ ജീവാത്മാവ് അനുഭവിക്കണം. ഈ കർമ്മഫലം കഴിഞ്ഞ ജന്മം വരെ ഞാൻ ശരീരം എടുത്ത് ഓരോരോ കർമ്മഫലം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് അനുഭവിക്കണം. ആ ജന്മത്തിൽ അനുഭവിക്കേണ്ടല്ല അനുഭവിച്ചു. ബാക്കി കർമ്മഫലം നിന്നപ്പോഴാണ് ഞാൻ മരിച്ചു പോയത്, ഞാൻ ആ ശരീരം വിട്ടത്. അപ്പൊ പുതിയ ശരീരം എടുത്തിരിക്കുക. ആ ശരീരം കൊണ്ട് ബാക്കി കർമ്മഫലം കൂട്ടണം. ആ കർമ്മഫലം ഈ ജന്മത്തിലോട്ടാകുമ്പോൾ അത് പ്രാരബ്ധമാവുന്നു. ആ സഞ്ചിത കർമ്മം ഒരു പാർട്ടിന്റെ ശരീരമാകുന്നു, ബാക്കി പാർട്ടിന്റെ പ്രാരബ്ധമാവുന്നു. ഇത് രണ്ടുമാണ് സഞ്ചിത കർമ്മം ആദ്യം ഉണ്ടാക്കുന്നത്. ഈ ജന്മത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ കർമ്മഫലം ഉണ്ടാക്കുന്നതിനാണ് ആഗാമികം എന്ന് പറയുന്നത്. നമ്മൾ കൊണ്ടുവരുമ്പോൾ ആഗാമികമില്ല. സഞ്ചിത കർമ്മം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആ ശരീരം ഉപേക്ഷിക്കുമ്പോൾ പാമ്പ് പടം പൊഴിക്കുന്ന പോലെ ഈ ജീവാത്മാവ് ആ ശരീരം വിട്ടിട്ട് കാരണശരീരവും സൂക്ഷ്മ ശരീരവും കൂടെ വേറെ ശരീരത്തിലോട്ട് പ്രവേശിക്കുക. അപ്പൊ കൊണ്ടുവന്നേക്കുന്ന അതാണ് സഞ്ചിത കർമ്മം. ആ സഞ്ചിത കർമ്മമാണ് ഏത് അച്ഛനും അമ്മയ്ക്കും ജനിക്കണം, ഏത് സിറ്റുവേഷനിൽ ജനിക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്തേക്കുന്ന ആ സഞ്ചിത കർമ്മം. അതാണ് കാരണമായി എൻ്റെ ജന്മത്തിന് കാരണം സഞ്ചിത കർമ്മം. ആ സഞ്ചിത കർമ്മമാണ് ഞാൻ എങ്ങനത്തുള്ള ശരീരം എടുക്കണം, ഏത് അച്ഛനും അമ്മയ്ക്കും ജനിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആ സഞ്ചിത കർമ്മം. അല്ലാതെ ഒരച്ഛനും അമ്മയ്ക്കും എനിക്ക് ഇങ്ങനെ ഒരു മോൻ ഉണ്ടാവണമെന്നോ മോളുണ്ടാവുന്നോ ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഈ ജനിച്ച ആ ജീവാത്മാവ് കഴിഞ്ഞ ജന്മം ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടായ സഞ്ചിത കർമ്മം എന്നുവെച്ചാൽ നെറ്റ്, അപ്പം ആ ശരീരം വിടുമ്പോഴുള്ള നെറ്റ് കാർമിക് എഫക്റ്റ്, അതാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് ചില അനുഭവങ്ങളുണ്ട്. ആ അനുഭവം ഏത് അച്ഛനും അമ്മയ്ക്കും ജനിച്ചാൽ ഈ അനുഭവങ്ങൾ കിട്ടും, ഏത് സാഹചര്യത്തിൽ ജനിച്ചാൽ ആ അനുഭവങ്ങൾ കിട്ടും. ആ അനുയോജ്യമായ സാഹചര്യങ്ങളിൽ വന്ന് ജനിക്കുന്നു ജീവാത്മാവ്. അല്ലാതെ ഈശ്വരൻ ജനിപ്പിക്കുകയല്ല. ഈശ്വരനല്ല നമ്മളിവിടെ കൊണ്ടുവന്ന് സൃഷ്ടിക്കുന്നത്. ഇപ്പൊ ഈ ജന്മം ഞാനൊരു ശരീരം എടുക്കുമ്പോൾ ആ കഴിഞ്ഞ ജീവാത്മാവ് പുതിയൊരു ശരീരം എടുക്കുകയാണ്. അച്ഛനും അമ്മയും കൂടെ അതൊരു ഉപാധികളാണ്. ഈ ശരീരം എടുക്കുന്നതിന് അച്ഛനും അമ്മയും ഒരു ഉപാധികളാവുന്നു. അച്ഛനും അമ്മയും കഴിച്ച ആഹാരത്തിൽ നിന്നാണ്, ആ രക്തത്തിൽ നിന്നാണ് ഈ എൻ്റെ ജന്മം എടുക്കുന്നത്. ജീവാത്മാവ് ഉടലെടുക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം ഈ ശരീരം വന്നേക്കുന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്നാണ്. പഞ്ചഭൂതത്തിൽ നിന്ന് വന്നത് ഏതും ഭൗതികമായിട്ട് വന്നതെല്ലാം നശിക്കും. ജനിച്ചത് എന്തോ അത് നശിക്കും. അതാണ് പറഞ്ഞത്, നിത്യൻ എന്ന വിശേഷണം കൊണ്ട് ആത്മാവ് എന്നുമുള്ളവനെന്നും അനാശി എന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള നാശവും മാറ്റവും ആത്മാവിനില്ലെന്നും സൂചിപ്പിച്ചു. പൂർണ്ണനാശമോ ഭാഗ്യനാശമോ ആത്മാവിനില്ലെന്ന് ഭാഗം. അപ്പം ആത്മാവിന് മാത്രം നാശമില്ല, പക്ഷെ ഈ ഉപാധികൾക്കെല്ലാം നാശമുണ്ട്. ഈ ആത്മാവ് എതിലൂടാണോ, ഏത് ഉപാധി കൂടാണോ പ്രകടമായിരിക്കുന്നത്, ആ ഉപാധി ഭൗതിക വസ്തുക്കളെ കൊണ്ടാണ്. അതിന്റെ മേലത്തെ സെന്റൻസിലുണ്ട്, എന്നുമുള്ളവനും ഒരു മാറ്റമില്ലാത്തവനും ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് അഗോചരനുമായി കാണാൻ പറ്റാത്തതുമായ ആത്മാവ് കുടികൊള്ളുന്ന
ആത്മാവിന്റെ ഉപാധിയായ ഭൗതിക ശരീരം ഭൗതിക വസ്തുക്കളാൽ നിർമ്മിതമാകിയാൽ നശ്വരമാണ്. ജനിച്ചതെല്ലാം നശിക്കുന്നതാണ്. ആത്മാവിനോ അത് നാശമില്ലാത്ത. കാരണം എന്തുവാ? ആ പരമാത്മ ചൈതന്യത്തിന്റെ അംശമാണിത്. ഈ നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്, എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. നമ്മൾ എനർജിയെ ഉണ്ടാക്കാനും പറ്റത്തില്ല, അതിനെ നശിപ്പിക്കാനും പറ്റില്ല. ആ എനർജി എപ്പോഴും ഉള്ളതാ. അതാണ് നമ്മൾ. പക്ഷെ നമ്മുടെ വാസനയിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു രൂപം വന്നു എന്നല്ലാതെ ഈ വാസന വിട്ടാലോ ഞാൻ ആ പരമാത്മ ചൈതന്യത്തിലോട്ട് ലയിക്കും. അതാണ് മോക്ഷാവസ്ഥ. പൂർണ്ണനാശമോ ഭാഗ്യനാശമോ ആത്മാവിനില്ലെന്ന് ഭാവം. അറിയാനുള്ള നമ്മുടെ ഇന്നത്തെ കരണങ്ങളെ കൊണ്ട് കരണങ്ങൾ വെച്ചാൽ ഉപകരണങ്ങളെ കൊണ്ട് ആത്മാവിനെ അറിയാനാവില്ല എന്നതുകൊണ്ട്. എന്തുവാ കരണങ്ങളെ കൊണ്ട്? നമ്മളിപ്പോൾ അറിയാനുള്ള നമ്മുടെ ഉപകരണങ്ങൾ എന്തൊക്കെയാ? നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളാ. ഇന്ദ്രിയങ്ങളിൽ കൂടെ ആണ് ഞാൻ ഓരോന്ന് അറിയുന്നത്. എങ്ങനെ അറിയുന്നു ഞാൻ? ഇന്ദ്രിയത്തിന് അതിന് സ്വന്തം കഴിവില്ല. ഈ പരമാത്മജനം കണക്ട് ആവുമ്പോഴാണ് അതിനെല്ലാം കഴിവ് വരുന്നത്. അപ്പം അറിയാനുള്ള നമ്മുടെ ഇന്നത്തെ കരണങ്ങളെ കൊണ്ട് ആത്മാവിനെ അറിയാനാവില്ല എന്നതുകൊണ്ട് അപ്രമേയൻ. അത് എനിക്ക് എൻ്റെ ബുദ്ധി പരിധിയിൽ വരുന്നതല്ലത്, ബുദ്ധി കൊണ്ട് അറിയാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് അപ്രമേയൻ. പ്രമേയം വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്രമേയം വെച്ചാൽ അറിയാൻ പറ്റാത്തതാണ്. നമ്മൾ ബുദ്ധി കൊണ്ട് അറിയാൻ പറ്റത്തില്ല. ബുദ്ധി കൊണ്ടോ നമ്മുടെ ഒന്നുകൊണ്ടോ കാണാൻ പറ്റത്തില്ല. ബുദ്ധി കൊണ്ട് അറിയാനും പറ്റത്തില്ല. പക്ഷെ എൻ്റെ അനുഭവത്തിലോട്ട് വരാൻ പറ്റും. എൻ്റെ അനുഭവത്തിലോട്ട്. പക്ഷെ എനിക്ക് ബുദ്ധിയിലോട്ട് തന്നെ ഗ്രഹിച്ച് ഞാൻ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഉപ്പുപാവയ്ക്ക് സമുദ്രത്തിന്റെ അടിത്തട്ടിലോട്ട് പോകണമെന്നൊരു ആഗ്രഹം, ഡെപ്ത് അറിയണമെന്നൊരു, അത് പോകുന്നവരും അതുമായിട്ട് ലയിച്ചു ചേരും. അതിനാ ഡെപ്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഒക്കത്തില്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലാണ് ഈ ബുദ്ധി ഉപയോഗിച്ച് വേണം ഞാൻ ഇതിലോട്ട് ലയിക്കാൻ. ബുദ്ധി ആത്മാവിനെ അറിയാനുള്ള നമ്മളുടെ ഇന്നത്തെ കരണം കൊണ്ട് ആത്മാവിനെ അറിയാനാവില്ല എന്നതുകൊണ്ട് അപ്രമേയം എന്ന് വിശേഷിപ്പിച്ചു. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമാണല്ലോ അറിയാനുള്ള നമ്മുടെ ഉപകരണങ്ങൾ. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമാണല്ലോ അറിയാനുള്ള നമ്മുടെ ഉപകരണങ്ങൾ. അവ സ്വതേ ജഡങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലയോ, നമ്മുടെയൊക്കെ ഈ കാരണ ശരീരവും സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരമൊക്കെ ഉണ്ടെങ്കിലും ഈ പരമാത്മ കണക്ട് ആകാത്തടത്തോളം കാലം അത് ജഡവാ. കണക്ട് ആവുമ്പോഴാണ് ഇത് വർക്കിംഗ് ആവുന്നത്. അപ്പൊ എൻ്റെ ബുദ്ധിയും ഇന്ദ്രിയങ്ങളും എല്ലാം വർക്കാവുന്നത് ഈ പരമാത്മ ചൈതന്യം കൊണ്ടാണെങ്കിൽ അതുകൊണ്ടാണ് ഇത് വർക്കാവുന്നത്. അപ്പം അതിനെങ്ങനെ ഇതിനെ അറിയാൻ പറ്റും? എൻ്റെ ബുദ്ധിക്കും മനസ്സിനും ഒക്കെ ഈ പവറിനെ എങ്ങനെ അറിയാൻ പറ്റും? അതുകൊണ്ടാണ് ഇത് വർക്കാവുന്നത്. അതിനൊരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ടോർച്ച് ലൈറ്റ്. ടോർച്ച് നമ്മൾ ബാറ്ററി ഇട്ട് ടോർച്ച് ലൈറ്റ് കത്തുന്നു. ആ ലൈറ്റിനൊരു മോഹം. ഞാൻ എവിടുന്നാ വരുന്നതെന്ന് പറഞ്ഞിട്ട് ലൈറ്റിനൊന്ന് അതിന്റെ സോഴ്സിനെ കാണാൻ പറ്റുമോ? ആ ലൈറ്റിന് മറ്റോ വെളിയിലുള്ളതിനെല്ലാം കാണാം. പക്ഷെ ആ ലൈറ്റിന് ഈ പവർ സോഴ്സിനെ കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ ആ സോഴ്സാണ് അതിനെ ലൈറ്റ് ഉണ്ടാക്കിയത്. അതാ അടുത്ത സെന്റൻസ്. ഇന്ദ്രിയങ്ങൾ മനസ്സും ബുദ്ധിയുമാണല്ലോ അറിയാനുള്ള ഉപകരണങ്ങൾ. അവ സ്വതേ ജഡങ്ങളാണ്. അവയിൽ സ്ഫുരിക്കുന്ന ആത്മചൈതന്യമാണ് അവയെ സചേതനങ്ങളാക്കുന്നത് വെച്ചാൽ ലൈവാക്കുന്നത്. വിഷയങ്ങളെ അറിയാൻ അവയെ സമർത്ഥങ്ങളാക്കുന്നത്. ആ നിലയ്ക്ക് സ്വന്തം ചേതനയെ ആത്മാവിനെ അറിയാൻ അവ സമർത്ഥങ്ങളാവുന്നത് എങ്ങനെ? ആ ടോർച്ച് ലൈറ്റിന്റെ എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ മതി. ആ ലൈറ്റിന് ഒരിക്കലും ആ സോഴ്സിനെ കാണാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ഇതിനെ അറിയാൻ പറ്റത്തില്ല. ആ നിലയ്ക്ക് സ്വന്തം ചേതനയെ ആത്മാവിനെ അറിയാൻ അവ സമർത്ഥങ്ങളാവുന്നത് എങ്ങനെ? ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് വിഷയമല്ല, മറിച്ച് അവയുടെ ചേതനയാണ് ആത്മാവ് എന്നതുകൊണ്ടാണ് അതിനെ അപ്രമേയം, അളക്കാനാവാത്തത്. അപ്പം നമ്മൾ ഇതിനെ നമ്മുടെ ബുദ്ധി കൊണ്ട് അറിയാൻ പറ്റത്തില്ല. അതിന്റെ സോഴ്സാണത്. ആ സോഴ്സിനെ അറിയാൻ അതുകൊണ്ട് ഒക്കത്തില്ല. കാരണം ഈ സോഴ്സ് കൊണ്ട് അത് വർക്കാവുന്നേ. അപ്പൊ ഈ സോഴ്സിനെ അറിയാൻ അതുകൊണ്ട് അതിനെ അളക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അപ്രമേയം, അറിവിന് വിഷയമല്ലത് എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ ഓരോ വാക്കുകൾ ഇവിടെ പറഞ്ഞേക്കുന്നത് അതിന്റെ എക്സ്പ്ലനേഷനായി ഇതിനകത്ത് പറയുന്നത്. അനിത്യസ്യ അനാശിന അപ്രമേയസ്യ എന്നൊക്കെ ഉണ്ടല്ലോ. അപ്രമേയം, അറിയാൻ പറ്റാത്തത്. എന്തുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല? അതിന്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. അത് ഈ പരമാത്മ ചൈതന്യമാണ് അതിനെ ചൈതന്യവത്താക്കുന്നത്. അല്ലെങ്കിൽ അത് ജഡമാണ്. അതിന് സ്വയം വരുന്നുണ്ടായിരുന്നെങ്കിൽ അറിയാൻ പറ്റും. പക്ഷെ ഇത് സ്വയം അതിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ ഇങ്ങനെ തന്നെ. ആ ലൈറ്റ്, ടോർച്ച് ലൈറ്റിന്റെ ലൈറ്റിന് അതിന്റെ സോഴ്സിനെ കാണാൻ പറ്റത്തില്ല.
അതിന് വെളിയിലുള്ളതിനെല്ലാം കാണാം, പക്ഷേ അതിന്റെ സോഴ്സിനെ കാണാൻ ആ ലൈറ്റിനൊക്കത്തില്ല, പ്രകാശത്തിനൊക്കത്തില്ല എന്ന് പറഞ്ഞ പോലാണ് നമ്മുടെയും കാര്യം. അതുകൊണ്ട് ഹേ അർജുന, യുദ്ധം ചെയ്യൂ, തസ്മാത് യുദ്ധസ്യ ഭാരത എന്ന് ഭഗവാന്റെ അനുശാസനയെ യുദ്ധത്തിനുള്ള പ്രേരണയെ കണക്കാക്കുന്നത് ശരിയല്ല. ഇത് യുദ്ധം ചെയ്യൂ എന്ന ആജ്ഞയല്ല, യുദ്ധം ചെയ്തോളൂ എന്ന അനുജ്ഞയാണ്. ഹിന്ദുമതത്തിന്റെ ആധാരശില തന്നെ അഹിംസയായിരിക്കുകയും ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ നമ്മുടെ മതഗ്രന്ഥത്തിൽ ഉണ്ടാവുമോ? ആലസ്യവും ഭീരത്വവും കളഞ്ഞ് ചുറുചുറുക്കോടെ ജീവിത ആയോധനത്തിൽ ഏർപ്പെടൂ. കർത്തവ്യകർമ്മങ്ങൾ ആത്മാർത്ഥമായി നിർവഹിച്ചുകൊണ്ട് ജീവിത വിജയം കൈവരിക്കൂ എന്ന് ഗീതാചാര്യൻ ഭാരതീയർക്ക് നൽകുന്ന ആഹ്വാനമാണിത്. അധർമ്മത്തിന് എതിരെ സന്ധിയില സമരം ചെയ്യാൻ കൃഷ്ണൻ മാനവരാശിയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. സംസാര ദുഃഖം, ശോകമോഹങ്ങൾ അകറ്റുകയാണ് ഗീതോപദേശത്തിന്റെ ഉദ്ദേശം എന്ന് വ്യക്തമാക്കാൻ 2 വേദമന്ത്രങ്ങളെ ഇവിടെ കൃഷ്ണൻ പ്രമാണമായി ഉദ്ധരിക്കുന്നു. ഭീഷ്മദ്രോണാദി കൊല്ലാൻ വരുമല്ലോ എന്നോർത്തല്ലേ നീ ദുഃഖിക്കുന്നത്? നിന്റെ ആ ധാരണ തെറ്റാണ്. നീ കൊല്ലുകയോ അവർ കൊല്ലപ്പെടുകയോ ചെയ്യുന്നില്ല. എന്തെന്നാൽ പറഞ്ഞ അടുത്തത് ആരംഭിക്കുക. അപ്പം നമ്മുടെ എന്തോ ഈ ഗീത എന്തിനു വേണ്ടിയാ പറഞ്ഞേക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ഈ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ഇതൊരു യുദ്ധം ചെയ്ത് അവരെ കൊന്നോളൂ എന്നുള്ള ഒരു ഭൗതികമായിട്ടുള്ള ഒരു ഇതല്ല. നമ്മൾ ധർമ്മത്തിലിരിക്കണം. അധർമ്മത്തില് ഹിംസ അഹിംസ എന്നുള്ളത് നമ്മൾ പോകെ പോകെ നമ്മൾ കാണും. ഒരാളെ കൊല്ലുന്നു അല്ലെങ്കിൽ കൊല്ലുന്നില്ല എന്നുള്ളതല്ല. നമ്മൾ ധർമ്മത്തിനെ നിലനിർത്തുന്നതാണ് അഹിംസ. ഹിംസ എന്ന് പറഞ്ഞ ധർമ്മത്തിനെ നശിപ്പിക്കുന്നത്, ധർമ്മത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതോ അതാണ് അഹിംസ. നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ഏതെങ്കിലും ഒരു കഴിക്കാൻ നമ്മൾ അറിയാമല്ലോ, ഈ ഷുഗറിൻ്റെ ഒക്കെ വന്നിട്ട് കാലൊക്കെ അസുഖം എന്തെങ്കിലും വ്രണം ഉണ്ടായി അത് പിന്നെ ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. ആ കാല് അമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും, മുറിച്ചു കളയേണ്ടി വരും. കാരണം എന്താ? ബാക്കിയുള്ള ശരീരത്തിലോട്ട് പ്രവേശിക്കാതിരിക്കാൻ. ഇപ്പം അതിനെ മുറിച്ചു കളയുന്നത് അതൊരു ഹിംസയല്ല. ഈ ധർമ്മത്തിനെ നിലനിർത്താൻ അതാ പറഞ്ഞത്. നമ്മൾ ഒരാളെ അതൊരു ഭൗതികമായ പ്രോസസ്സിനെ അല്ല അഹിംസ കൊണ്ട് അത് പോകാൻ നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഈ യുദ്ധത്തില് നമ്മൾ ധർമ്മത്തിൽ നിൽക്കുക എന്നുള്ളതാണ് അഹിംസ. ധർമ്മത്തിൽ. ഇപ്പം അർജുന്റെ വിഷമം എന്ത് വരുന്നു? അയ്യോ, എൻ്റെ മുത്തച്ഛനെ കൊന്നിട്ട് വേണോ ഈ രാജ്യം? എൻ്റെ ഗുരുവിനെ കൊന്നിട്ട് വേണോ ഈ രാജ്യം? അതാ കൊല്ലുന്നു, അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടും. ഞാൻ കൊല്ലണോ? അവർ കൊല്ലപ്പെടും. എൻ്റെ കൈ കൊണ്ട് അവർ കൊല്ലപ്പെടത്തല്ലേ? ഇതിന്റെ ഈ ജീവിതത്തിനെ കുറിച്ചുള്ള പരമാർത്ഥ സത്യം അറിയാത്തോണ്ടുള്ള ധർമ്മമാണ് നമുക്ക് മുഖ്യം. ഈ അഹന്താമമതയിലുള്ള എൻ്റെ എന്നുള്ള അതാണ് എൻ്റെ ദുരിതത്തിന് കാരണം. നമ്മൾ ധർമ്മത്തിൽ നിന്നാൽ ആ ധർമ്മമാണ് നമ്മളെ വന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ ഉയർച്ച, നമ്മുടെ വിജയം ധർമ്മത്തിൽ നിൽക്കുന്നതാ. നമ്മുടെ വിചാരം എന്തുവാ? എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്നതാണ് എൻ്റെ വിജയം എന്നാ. ഒരിക്കലുമല്ല. നമ്മൾ ഒരു അടിമത്വമാണത്. ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് അടിമയായി ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് വിജയമില്ല, നമുക്ക് പരാജയമാണ്. പരാജയം ചെയ്താൽ ദുരിതമാണ്. അപ്പം ഇപ്പം നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിനെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുക. അതുകൊണ്ടല്ലേ പറയും ഇതെല്ലാം നമ്മുടെ ഇന്നത്തെ ഈ ധാരണ എല്ലാം ഒരു ഭ്രമമാണ്. ഈ ഭ്രമം ഞാൻ പറഞ്ഞ 2 രീതിയിലുണ്ട്. എനിക്ക് ഈ ജീവാത്മാവിന് 2 ഉപാധികളുണ്ട്. ഒന്ന് സ്ഥൂല ശരീരം, 2 സൂക്ഷ്മ ശരീരം. 2 ഉപാധികളിലാണ് ഈ ജീവാത്മാവ്. അപ്പൊ ഈ ശരീരത്തിന്റെ ധർമ്മവും മനസ്സിന്റെ ധർമ്മവും നമ്മൾ ഇതിനെ പാരലായിട്ട് കൊണ്ടുപോകണം. ഈ മനസ്സിന്റെ ധർമ്മത്തിനെ എടുത്ത് ശരീരത്തിൽ പ്രയോഗിച്ചുകൂടാ, ശരീരത്തിന്റെ ധർമ്മത്തിനെ എടുത്ത് മനസ്സിൽ പ്രയോഗിച്ചുകൂടാ. അതിനെ രണ്ടിനെയും നമ്മൾ ഉൾക്കൊള്ളണം. എന്താണ് എൻ്റെ പാരമാർത്ഥിക ധർമ്മം, ഏതാണ് എൻ്റെ വ്യാവഹാരിക ധർമ്മം? നമുക്കിപ്പോൾ നമ്മൾ നിൽക്കുന്നത് വ്യാവഹാരിക ധർമ്മത്തിൽ മാത്രമാണ്. പാരമാർത്ഥിക ധർമ്മത്തിനെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ പാരമാർത്ഥിക ധർമ്മങ്ങളെ നമ്മൾ പഠിക്കുമ്പോഴേ ഇതിനെ നമ്മൾ വ്യാവഹാരികതയിൽ പ്രയോഗിക്കാൻ പറ്റത്തില്ല. അതിനൊരു എക്സാമ്പിൾ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാ. കാരണം ഞാൻ ഇപ്പൊ നേരത്തെ പറയുന്നത് നമ്മൾ ശരീരമല്ല, ഞാൻ ശരീരമല്ല. അപ്പം ശരീരം അല്ല, ഞാനെന്തോ ജീവാത്മാവാ, ഞാൻ ശരീരമല്ല. അപ്പോൾ ഈ ശരീരം കൊണ്ട് ചെയ്യുന്നത് ഞാനല്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ഈ ശരീരം കൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ ശരീരം ചെയ്തതാ, ഞാനല്ലെന്ന്, അത് ഞാൻ ചെയ്തതല്ല, ഞാനെന്ന ജീവാത്മാവ് ചെയ്തതല്ല, എൻ്റെ ശരീരം കാട്ടിക്കൂട്ടിയതാ എന്ന് പറയാൻ പറ്റുമോ? ഒരാളെ കൊന്നിട്ട് കോടതി ചെന്നപ്പോൾ ഗീത പഠിച്ച ആളായോണ്ട് പുള്ളി പറയുവാണ്, ഞാൻ കൊന്നിട്ടില്ല, ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ്. എൻ്റെ ശരീരം ചെയ്തതിന് ഞാൻ ഉത്തരവാദിയല്ല. അപ്പൊ എന്നുവെച്ചാൽ എന്തുവാ? ഈ ഗീത പഠിച്ചുകൊണ്ട് ഞാൻ ആത്മാവാണ്,
ആത്മാവിനെ ഒന്നും ചെയ്യുന്നില്ല, ഇതൊന്നും ബാധകമല്ല. അതുകൊണ്ട് ഇതൊന്നും ഞാനുമായിട്ട് ബന്ധമില്ലെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഗീത ഉൾക്കൊണ്ടായിരുന്നു ജഡ്ജി പറയുന്നു, ശരി, നിങ്ങൾ ചെയ്തിട്ടില്ല, നിങ്ങളുടെ ശരീരമാണ് ചെയ്തത്, അപ്പോൾ അതിൻ്റെയൊക്കെ ശിക്ഷ മതി. ഈ ശരീരത്തിനെ തൂക്കിലേറ്റിയേരെ ജീവാത്മാവിനെ വെറുതെ വിട്ടേ എന്ന് പക്ഷെ ഇന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതിനെയൊക്കെ എടുത്ത് വ്യാവഹാരികതയിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ വ്യാവഹാരികമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴും ഈ ശരീരം കൊണ്ട് ഈ ലോകത്തിൽ ഇടപെടുമ്പോഴേ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എൻ്റെ നല്ലതോ ചീത്തയോ ഉള്ള അനുഭവം വരുമ്പോഴേ എൻ്റെ മനസ്സ് ദുരിതത്തിലോട്ട് പോകുന്നു. ഈ ദുരിതത്തിലോട്ട് പോകാതിരിക്കണമെങ്കിലോ എൻ്റെ ഈ പാരമാർത്ഥ സത്യങ്ങളെ നമ്മൾ മനസ്സുറച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ദുരിതം വരത്തില്ല, എനിക്ക് ആ പ്രതികൂല അനുഭവങ്ങൾ വരുമ്പോൾ ഞാൻ തളരത്തില്ല. ഇതിനു വേണ്ടിയാണ് അല്ലാതെ ഈ പാരമാർത്ഥികങ്ങളെ സത്യങ്ങളെ അറിഞ്ഞാൽ അതെടുത്ത് നമ്മൾ ഇതിനനുസരിച്ച് വേണം എൻ്റെ പ്രവൃത്തികൾ ധർമ്മത്തിലാവണം. മറ്റേതെല്ലാം അധർമ്മത്തിന്റെ പ്രവൃത്തികളാണ്, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കുള്ള പ്രവൃത്തികളാണ്. ഈ ജീവാത്മാവിന്റെ ഇഷ്ടവും അനിഷ്ടവും ഇത് അധർമ്മമാണ്. എന്തുകൊണ്ട്? അതെന്റെ വാസനയാണ്. വാസന എന്ന് വെച്ചാൽ അഴുക്ക. ഈ അഴുക്കിനനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ അധർമ്മ പ്രവൃത്തികൾ അതല്ല. പിന്നെ എങ്ങനെ ചെയ്യണം? എൻ്റെ വാസനകൾ വാസന അനുഭവിക്കാനല്ലേ നമ്മൾ ജനിച്ചേക്കുന്നത്. ഈ വാസന അനുഭവിക്കണം, ഈ ആഗ്രഹങ്ങൾ സാധിക്കണം. എങ്ങനെ സാധിക്കണം? സമർപ്പണ ബുദ്ധിയ, ശരണാഗതിയിൽ. നമ്മൾ ഈ ഈശ്വരൻ ചൈതന്യമാണ് ഈ വാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്നത്. ഈ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്നത് പോലെ ഞാൻ ഉണ്ടാക്കിയ കർമ്മഫലം, എങ്ങനെ ഉണ്ടായ കർമ്മഫലം? കർമ്മം കൊണ്ടുണ്ടായ കർമ്മഫലമാണ്. ഈ കർമ്മം കൊണ്ടായ കർമ്മഫലത്തിനെ ഞാൻ കർമ്മം കൊണ്ട് തന്നെ വേണം ഇല്ലാതാക്കാൻ. എങ്ങനെ കർമ്മം? അതാണ് ധർമ്മത്തിലെ കർമ്മം. ഞാൻ അധർമ്മത്തിന്റെ വഴി ചെയ്താൽ അത് പിന്നെയും പിന്നെയും കൂടിക്കൊണ്ടിരിക്കും, ഇരട്ടിയായിക്കൊണ്ടിരിക്കും. ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെ, എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ എങ്ങനെ നിവർത്തിക്കണം? എൻ്റെ ഈ പരമാത്മ ചൈതന്യത്തിൽ സമർപ്പണ ബുദ്ധിയാൽ. അതാണ് ചിന്മുദ്ര നമ്മളെ ഏൽപ്പിക്കുന്നത്, നമ്മളെ കാണിച്ചു തരുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ചിന്മുദ്ര എന്ന് വെച്ചാൽ നമ്മുടെ അഹംഭാവത്തിനെ, ഈ ചൂണ്ടുവിരല് ഞാനെന്ന ഭാവത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ചൂണ്ടുവിരൽ ഞാനെന്ന ഭാവം, ഈ തള്ളവിരല് ബുദ്ധി, മോതിരവിരല് ചിത്തം, ചെറിയ വിരല് മനസ്സ്. ഇങ്ങനെയാണ് ഇത്. ഈ മനസ്സിരിക്കുന്ന വന്നേക്കുന്ന ചൈതന്യത്തിൽ നിന്നാ. ഇതാണ് ഈ തള്ളവിരല്. ഈ മനസ്സ് വന്നേക്കുന്ന ഇവിടുന്ന് പരമാത്മ ചൈതന്യത്തിൽ നിന്നാ. മനസ്സെന്ന് പറയുന്നത് എൻ്റെ ബോധചിന്തകളാണ്. ഈ ബോധചിന്തകൾ 4 തരത്തിലുണ്ട്: മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അതിൽ ഈ ചൂണ്ടുവിരലാണ് ഈ ഞാനെന്ന ഭാവം. ഈ ഞാനെന്ന ഭാവത്തിന് നമ്മൾ ഈ കർമ്മം ചെയ്യുമ്പോഴേ ഈ ഞാനെന്ന ഭാവത്തിനെ ചൈതന്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് അത് എപ്പോഴും നിരന്തര ചിന്തനം. ഞാൻ ഈശ്വരനിലാണ് ഞാൻ ഈ കർമ്മം ചെയ്യുന്നത്, അല്ല ഞാനെന്ന ഭാവത്തിലായിരിക്കരുത്. അപ്പൊ ഈ ഈശ്വരനാണെങ്കിൽ എന്തുവാ? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സത്യമാണ്, എപ്പോഴും നിലനിൽക്കുന്ന സത്യം. അതിന്റെ കർമ്മത്തിന്റെ ആക്ഷൻ ഓറിയന്റഡ് ആണ് ധർമ്മം. അതിന്റെ വാല്യൂ ബേസ്ഡ് ആണ് ഈ സത്യം. അതിന്റെ ഒരു സത്യമായിട്ടുള്ള ഈശ്വരൻ പരമാത്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വേൾഡ്ലി ആയിട്ടുള്ള കാർമിക് എഫക്റ്റിൽ വരുമ്പോൾ എങ്ങനെ? കർമ്മത്തിലോട്ട് വരുമ്പോൾ വിത്ത് വാല്യൂസ് ആണ്. ധാർമ്മിക, അതാണ് സനാതന ധർമ്മം. അതിനാണ് ഈ വാല്യൂസ് വേണം നമ്മൾ കർമ്മം ചെയ്യാൻ. അല്ലാതെ വാല്യൂ അല്ലാത്ത ഗുണങ്ങളിലായിരിക്കരുത്. ആ ചില ധർമ്മത്തിലായിരിക്കണം. ധർമ്മത്തിന് ചില ഗുണങ്ങളുണ്ട്, ആ ഗുണങ്ങളിലേ നമ്മൾ കർമ്മങ്ങൾ ചെയ്യാവൂ. അല്ലാത്ത രീതിയിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്താൽ ഞാൻ എൻ്റെ വാസനകൾ അപ്പോഴാണ് ആഗാമികം വരുന്നത്. ഈ കൊണ്ടുവന്ന കർമ്മഫലം ഞാൻ അനുഭവിക്കുമ്പോൾ, ഞാൻ പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഈ പുതിയ കർമ്മഫലങ്ങൾ ഉണ്ടാക്കും. ഞാൻ എൻ്റെ ശരിക്കും നിവർത്തിക്കുന്ന എങ്ങനെയാ? ഇതിനകത്ത് നിന്ന് ഈ കർമ്മഫലത്തിന് എങ്ങനെ ഞാൻ നിവർത്തിക്കണം, രക്ഷപ്പെടണം? ഈ കർമ്മഫലങ്ങളെ, എൻ്റെ ആഗ്രഹങ്ങളെ, ഇഷ്ടാനിഷ്ടങ്ങളെ ഞാൻ സമർപ്പണ ബുദ്ധിയാൽ, എന്നുവെച്ചാൽ വിവേകത്തിൽ, എന്നുവെച്ചാൽ ഇത് ഞാൻ നമ്മൾ ഈ സത്യങ്ങളെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ഈ വാസന നിർമ്മാർജ്ജനമാണ് ഞാൻ കർമ്മം ചെയ്യുന്നത്, അല്ലാതെ വാസനകളെ കൂട്ടാനല്ല. ഈ വാസന നിർമ്മാർജ്ജനം ഇത് എൻ്റെ അഴുക്കളെ കഴുകിക്കളയാണ്. അപ്പൊ എങ്ങനെ കഴിയണം? ഞാൻ ഈ ഒരു ആഗ്രഹം സാധിക്കുന്നത് എൻ്റെ ഈശ്വര ചൈതന്യത്തിലാണ്, ഞാനെന്ന ഭാവത്തിലല്ല. ഈ അഹന്തയിലായിരിക്കരുത്, അല്ലെങ്കിൽ മമതയിലായിരിക്കരുത്. അപ്പൊ നമുക്ക് എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചാലും സാധിച്ചില്ലേലും എനിക്ക് ഈ അനുകൂല പ്രതികൂല വരുമ്പോൾ എനിക്ക് സുഖാദുഃഖങ്ങളെ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പാരമാർത്ഥിക സത്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കർമ്മം ചെയ്താൽ ഞാൻ ദുഃഖിതനാവത്തില്ല. ഞാൻ എപ്പോഴും എൻ്റെ ശാന്തത നിലനിർത്തും. നമുക്ക് ദുഃഖമാവുന്ന എങ്ങനെയാ? ഞാൻ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ എനിക്ക് ദുഃഖം വരുന്നു. എന്തിന്? അതല്ലേ പറഞ്ഞേ, നമ്മുടെ കർമ്മഫലം അനുസരിച്ച് എനിക്ക് അനുകൂല പ്രതികൂല സുഖം ഉണ്ടെങ്കിൽ എനിക്ക് സുഖം വരണം, ദുഃഖം ഉണ്ടെങ്കിൽ ദുഃഖമേ വരാവൂ. എനിക്ക് ദുഃഖം വന്നുകൂടാന്ന് വിചാരിക്കുമ്പോഴേ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ കർമ്മഫലത്തിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. നമ്മൾ അവിടെ ഡിഫൻസ്
പൊസിഷൻ എടുക്കും. അതാണ് എൻ്റെ ദുരിതം. നമ്മളെല്ലാത്തിനെയും പ്രസാദ ബുദ്ധിയിൽ കാണുമ്പോൾ നമുക്കിത് അതാ ഈ പാരമാർത്ഥങ്ങളെ മനസ്സിലാക്കിയാൽ എനിക്ക് പ്രസാദ ബുദ്ധിയിൽ എല്ലാത്തിനെയും നേരിടാൻ പറ്റും. ഇല്ലെങ്കിൽ എനിക്ക് പ്രസാദ ബുദ്ധിയില്ല. ഞാൻ ഒന്നീ അഹങ്കരിക്കും, അല്ലെങ്കിൽ ഞാൻ ഡിപ്രഷനോട്ട് പോകും, വളരെ ദുഃഖിതനായി പോകും. അപ്പൊ ഇതാ എനിക്ക് ബാലൻസിങ് കിട്ടത്തില്ല. ഈ നമ്മൾ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സംഘർഷങ്ങൾ, ജീവിതത്തിൽ ഓരോന്ന് ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷങ്ങളുണ്ട്. ഇതാണ് ഈ യുദ്ധം. ഈ യുദ്ധത്തില് ഞാൻ അഹിംസയിലായിരിക്കണം, ധർമ്മത്തിലായിരിക്കണം. നമ്മൾ ഇതിനെ വെറും ഒരു യുദ്ധമായിട്ടും ഒരാൾ കൊല്ലുന്നു, മറ്റൊരാൾ പറഞ്ഞ് പ്രേരിപ്പിക്കും, ഇത് അങ്ങനെ എടുക്കരുത്. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന സംഘർഷങ്ങളാണ് ഇതെല്ലാം. അതിൽ ഞാൻ എൻ്റെ മനസ്സ് എവിടെ നിൽക്കണം? ധർമ്മത്തിൽ നിൽക്കണം. ഇതാണ് ഈ ഗീത കൂടെ നമ്മൾ പഠിക്കുന്നത്. അടുത്ത ശ്ലോകം വായിക്കാം. യേനം വേത്തി ഹന്താരം യചൈനം മന്യദേഹതം ഉഭൗതൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. ആരാത്മാവിനെ ഹന്താവെന്ന് കരുതുന്നു, മാത്രമല്ല ആരാത്മാവിനെ ഹതനെന്ന് കരുതുന്നു, ആ രണ്ടുപേരും വാസ്തവം അറിയുന്നില്ല. ആത്മാവ് കൊല്ലുന്നില്ല, കൊല്ലപ്പെടുന്നുമില്ല. അതാ, ആത്മാവ് മരിക്കുന്നവനാ, അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നവനാ, അല്ലെങ്കിൽ ആത്മാവ് കൊല്ലിക്കുന്നവനാ, ഇത് രണ്ടും തെറ്റാണ്. അത് എല്ലാ ആത്മാവിന്റെ തലത്തിൽ നോക്കുമ്പോൾ അതിന് പറയും അവിടെ ആണും പെണ്ണുമില്ല, ജെൻഡർ വ്യത്യാസമില്ല, അതൊരു എനർജി സോഴ്സാണ്. പക്ഷെ ഈ വാസനയോട് ചേരുമ്പോഴാണ് എൻ്റെ അനുകൂല പ്രതികൂല അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. വാസനകൾ ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ നിത്യമായ ശാന്തിയിലായിരിക്കും, ആ ചൈതന്യത്തിലായിരിക്കും. എനിക്ക് പിന്നെ ശരീരങ്ങൾ എടുക്കേണ്ടി വരുന്നില്ല. മോക്ഷാവസ്ഥയാണത്. അപ്പം ആത്മാവെന്ന് പറയുന്ന ഒരു ഈ പരമാത്മ ചൈതന്യം, ഞാനൊരു ജീവാത്മാവാണ്, ഞാനൊരു ബോധ ഊർജമാണ്. പക്ഷെ ഞാൻ ഈ ശരീരവും മനസ്സും അല്ല. നമുക്ക് ഉത്തമ ബോധ്യം വരണം. ഇതെന്റെ വാസനകളാണ്, ഇഷ്ടമാണ്. ഇത് നമ്മളെല്ലാം ശരികളിൽ കൂടെ നീങ്ങുന്നു. ശരികളിൽ കൂടെ നീങ്ങരുത്, വിവേകത്തിൽ കൂടെ നീങ്ങണം. കാരണം വിവേകം എന്ന് വെച്ചാൽ എന്തുവാ? എൻ്റെ ഉള്ളിലൊരു ചൈതന്യമുണ്ട്, അതിൽ നിന്ന് വരുന്ന ഡയറക്ഷൻ ഉണ്ട്, അത് ധാർമ്മിക് വാല്യൂസ് ഉള്ളതാ. അതാണ് നമ്മുടെ മനസാക്ഷി. നമുക്ക് എല്ലാവർക്കും അറിയാം മനസാക്ഷി. നമ്മൾ മനസാക്ഷിക്ക് അനുസരിച്ച് അതിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ. പക്ഷെ നമ്മളെന്തുവാ, ഈ മനസാക്ഷിയിൽ നിന്ന് ഡയറക്ഷൻ വരുമ്പോഴോ നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യും. അല്ലല്ല, ഇങ്ങനെ വേണം. ഈ ഞാനെന്ന ഭാവം, അഹന്ത കയറി നമ്മുടെ ഇഷ്ടത്തിലോട്ട് വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ നമ്മുടെ എപ്പോഴും നമ്മളൊരു ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും ഇടയ്ക്ക് നമ്മൾ പലയിടത്തും ധർമ്മസങ്കടാവസ്ഥ വരും. ധർമ്മസങ്കടം പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ? ഇപ്പം ഒരു ഷുഗർ പേഷ്യന്റ് മധുരം കഴിച്ചുകൂടാന്നറിയാം, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആരോഗ്യത്തിന്. അപ്പം നമ്മൾ ഒരു ഇതിന് പോകുന്ന മധുരം കഴിക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പം നമുക്ക് നമ്മുടെ നമ്മുടെ ഇഷ്ടം എന്തുവാ? മധുരം വളരെ ഇഷ്ടമാണ്. അപ്പം മധുരം ഒരു സദ്യക്ക് പോകുന്നു, ഒരു വിവാഹത്തിന് മുമ്പ് പായസം കഴിക്കരുത്. പക്ഷേ നമുക്ക് മനസ്സുകൊണ്ട് നമ്മുടെ വലിയൊരു ഇഷ്ടമാണ് മധുരം, പായസങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. പക്ഷെ അപ്പം നമ്മുടെ മുന്നിൽ പായസം കൊണ്ട് വരുമ്പോഴേ നമ്മുടെ മനസ്സ് എപ്പോഴും അങ്ങനെ കുടിക്കണോ വേണ്ടായോ? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുടിക്കരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ മനസ്സിപ്പോൾ ഒരു ഡിലമയിൽ വരും, ഒരു കൺഫ്യൂഷനിൽ. പക്ഷെ നമ്മുടെ മനസ്സെപ്പോഴും ജസ്റ്റിഫൈ ചെയ്യും. ഈ ഒരു പ്രാവശ്യം കുടിക്കാം, അടുത്ത പ്രാവശ്യം തൊട്ട് കുടിക്കണ്ട. നമ്മൾ അപ്പൊ പതുക്കെ നമ്മൾ അധർമ്മത്തിലോട്ട് വഴുതി വീഴും. ധർമ്മം നമുക്ക് കുടിക്കരുതെന്നറിയാം, ഇതെന്റെ ഈ സുഖം കൊണ്ട് എനിക്ക് പിന്നെ ദുഃഖമേ ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ നമ്മൾ ഇതെല്ലാം അറിയാമെങ്കിലും ഈ ഞാനെന്ന ഭാവം എന്നെ അധർമ്മത്തിലോട്ട് വലിച്ചുകൊണ്ട് പോകും. അതാ ഈ കാര്യങ്ങളെല്ലാം ഉത്തമ ബോധ്യം വന്നാൽ നമ്മുടെ മനസ്സ് നമ്മുടെ ഈഗോ എന്നുള്ള ഞാനെന്ന ഭാവം നമ്മളെ ചതിക്കത്തില്ല. അല്ലെങ്കിലോ ഈ ഈഗോ എന്നെ വഴിതെറ്റിക്കും. ഞാൻ ശരീരമാണ്, മനസ്സാണ്, എൻ്റെ ബുദ്ധിയാണ്, എൻ്റെ മിടുക്കാണ്, എൻ്റെ കഴിവാണ്, എൻ്റെ ശരീരത്തിന്റെ ആരോഗ്യമാണ്, അല്ലെങ്കിൽ എൻ്റെ ആൾബലമാണ്, എൻ്റെ പണത്തിന്റെ ബലമാണ്. ഇതൊക്കെയാണ് ഈ ഈഗോയുടെ സ്ട്രെങ്ത്. അപ്പൊ ഞാൻ ഇതിന്റെ സ്ട്രെങ്തിലല്ല. ഞാൻ ഈ ചൈതന്യമില്ലെങ്കിൽ ഞാൻ ജഡമാവും അടുത്ത നിമിഷം. ഈ നിരന്തര ചിന്തനം വേണം. ഞാനൊരു ഈശ്വരനിലാണ് ഇരിക്കുന്നത്. ആ ഈശ്വരൻ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ ധാർമ്മിക വാല്യൂസിൽ വേണം കർമ്മം ചെയ്യാൻ. എൻ്റെ ഇഷ്ടത്തിന്റെ അടിമയായി പോരെന്നുള്ള ആ നിരന്തര ചിന്തനം ഉണ്ടാവണം. നമ്മൾ ഇതൊന്നും ചിന്തിക്കുന്നേ ഇല്ല. നമ്മളൊന്നീ പാസ്റ്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥതയെക്കുറിച്ചോ ഈ ചിന്തകളിലാണ് നമ്മൾ കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ശീലം മാറണം. കാരണം ഇത് നിരന്തരം ചിന്തിക്കണം.
ആര് ആത്മാവിനെ ഹന്താവെന്ന് കരുതുന്നു, മാത്രമല്ല ആര് ആത്മാവിനെ ഹതനെന്ന് കരുതുന്നു, ആ രണ്ടുപേരും വാസ്തവം അറിയുന്നില്ല. ആത്മാവ് കൊല്ലുന്നില്ല, കൊല്ലപ്പെടുന്നില്ല. യാതൊരു വികാരവും ഏൽക്കാത്ത, മാറ്റമോ നാശമോ ഏൽക്കാത്ത ആത്മാവ് ആരെയും കൊല്ലുന്നില്ല, ആരാലും കൊല്ലപ്പെടുന്നുമില്ല. ദേഹത്തിന് ഹാനിയേൽക്കുമ്പോൾ ഞാനിതാ മരിക്കുന്നു എന്ന് കരുതുന്നവനും ഞാൻ അവനെ കൊന്നു എന്ന് കരുതുന്നവനും ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം അറിയാത്തവരാണ്. ദേഹത്തെ മാത്രമേ നശിപ്പിക്കാൻ കഴിയൂ, അതാവട്ടെ ഇന്നല്ലെങ്കിൽ നാളെ നശിക്കേണ്ടതുമാണ്. ദേഹാഭിമാനിയായ ജീവൻ അഥവാ അഹങ്കാരമാണ് ദേഹനാശത്തിൽ ഞാൻ മരിക്കുന്നു എന്ന് വ്യാമോഹിക്കുന്നത്. ദേഹത്തിനും ദേഹാഭിമാന രൂപമായ അഹന്തയ്ക്കും അതീതനാണ് ആത്മാവ്. ദേഹത്തിനും അഹന്തയ്ക്കും സംഭവിക്കുന്ന വികാരങ്ങളെ പ്രകാശിപ്പിക്കുന്ന പരമ്പൊരുളായ സാക്ഷി ചൈതന്യം അത് കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന വസ്തുതയെ അടുത്ത മന്ത്രത്തിൽ വ്യക്തമാക്കുന്നു. അതാ ഞാൻ കൊല്ലുന്നു, കൊല്ലപ്പെടുക, അത് ഈ അഹന്തയാണ്. എനിക്ക് മരണം പറ്റും, ഞാൻ ജനിച്ചു, ഞാൻ ഇനി മരിക്കും, ഈ ഞാനെന്ന അഹന്തയാണ് ഇത്. അതപ്പം ഞാൻ ഇതൊന്നും അല്ല. നമ്മൾ ഈ കാണുന്ന ഈ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളല്ല ഞാൻ ഈ ഒരു ഈശ്വരന്റെ അംശമാണെന്നുള്ള ഉത്തമ ബോധ്യം വരണം. നമ്മളിപ്പം നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അറിയുന്ന, ഈ ഗീത പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഇതൊന്നും അറിയത്തില്ല. എത്രയോ പേര് ഈ സത്യങ്ങൾ അറിയാതിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ച് പേർക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, പറയുമ്പോൾ ഇതിനെ ഉറപ്പിക്കണം. ഇത് ആർക്കെങ്കിലും തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനെ ഫോളോ ചെയ്യണ്ട. പക്ഷെ ഇത് ശരിയായിട്ട് തോന്നുന്നെങ്കിൽ ശരിയാ, അങ്ങനെ പറഞ്ഞു വിടാതെ നമ്മൾ നിരന്തരം ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിന് ഉറപ്പ് വരും. അതൊരു പരമാർത്ഥമാണ്. മനസ്സിനെ പരിശീലിപ്പിക്കണം. അത് വേറെ ആരും പരിശീലിപ്പിക്കും? നമ്മൾ ട്യൂഷന് പോകണോ? നമ്മൾ ഈ വേറെ ശ്ലോകത്തിൽ വരുന്നുണ്ട്, ഉദ്ധരേത് ആത്മാനം അവസാനം. എൻ്റെ ആത്മാവിനെ കൊണ്ടുവേണം ആത്മാവിനെ ഉദ്ധരിക്കാൻ. എന്നുവെച്ചാൽ രണ്ട് മനസ്സിനെ പറയൂ അവിടെ. എൻ്റെ ഒരു വികാര മനസ്സുകൊണ്ട്, ഒരു വിവേക മനസ്സുകൊണ്ട്. ഈ വിവേക മനസ്സുകൊണ്ട് വികാര മനസ്സിനെ റിഫൈൻ ചെയ്യണം. നമ്മൾ തന്നെ വേണം നമ്മളെ, അല്ലാതെ വേറെ ആർക്കും, ഒരു ഗുരുവിനും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഗൈഡൻസ് തരാൻ പറ്റും, ശ്രമിക്കേണ്ടത് അവരവരെ തന്നെയാണ്. എൻ്റെ വിവേക മനസ്സ്, എല്ലാവരും ഒരു വിവേകമുണ്ട്, നമുക്കറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. ഈ മനസ്സുകൊണ്ട് നമ്മുടെ വികാര മനസ്സുണ്ട്, നമ്മുടെ ഇഷ്ടത്തിലോട്ട് ചേർന്നിരിക്കുന്ന ഒരു മനസ്സുണ്ട്, ഇഷ്ടവും അനിഷ്ടവും. നമ്മൾ ഈ വിവേക മനസ്സുകൊണ്ട് വികാര മനസ്സിനെ നമ്മൾ എപ്പോഴും, അതാണ് നമ്മൾ ഉള്ളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കണം. നമ്മളിപ്പം വെളിയിലോട്ടാണ് നോക്കുന്നത്. ഈ ഒരു റിഫൈനിങ് നമ്മൾ ഡെയിലി നടക്കണം. വലിയ വലിയ കർമ്മങ്ങളിലല്ല, നിസ്സാര കർമ്മങ്ങളിൽ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യണം. നമുക്കറിയാമല്ലോ, ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എല്ലാവരും ഇന്നത്തെ കാലത്ത് ആദ്യം ചെറിയ ബിസിനസ്സിൽ കൂടാണ് വലുതായിട്ട് വരുന്നത്. അങ്ങനെയുള്ളതേ സസ്റ്റെയിൻ ആവത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കർമ്മങ്ങളിൽ കൂടി ഇത് നമ്മൾ അപ്ലൈ ചെയ്യണം. എന്നാലേ നമുക്ക് ഈ വലിയ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ, അല്ലെങ്കിൽ ടോട്ടലി നമ്മൾ തളർന്നു പോകും. ചെറിയ ചെറിയ കർമ്മങ്ങളിൽ കൂടെ നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്ത് വരുമ്പോഴേ നമുക്ക് എത്ര വലിയ പ്രതിസന്ധി കർമ്മങ്ങൾ ചെയ്യേണ്ടി വന്നാലും നമ്മൾ വളരെ ബോൾഡായിട്ട്, അഥവാ ധർമ്മത്തിന് വിവേകം, വൈരാഗ്യം, അതാ പേഷ്യൻസ്, ടോളറൻസ്, ബോൾഡ്നെസ്, ഫേംനെസ്, ഇതെല്ലാം ഉണ്ടാവും. നമ്മൾ വളരെ വിവേകപൂർവ്വമായിരിക്കും. വെച്ചാൽ നമ്മൾ ധർമ്മത്തിലായിരിക്കും. വിവേകം വരുമ്പോൾ അറ്റാച്ച്ഡ് ആയിരിക്കത്തില്ല, അറ്റാച്ച്മെന്റ് ഉണ്ടാവത്തില്ല, വൈരാഗ്യം ഉണ്ടാവും. നമ്മൾ എല്ലാത്തിലും അറ്റാച്ച്ഡ് ആകുമ്പോൾ നമ്മൾ തളരുന്നേ. എൻ്റെ മകൻ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ, ഈ ഞാൻ എൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ തളരാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ ഇതിനെല്ലാം മാനസികമായി കാണണം. വ്യാവഹാരികമായി എല്ലാത്തിലോടും കൂടെ ഇരുന്നാലും മനസ്സ് അറ്റാച്ച്ഡ് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ദുരിതം ഉണ്ടാവും. അപ്പം എന്നിട്ട് ഇതിനൊക്കെ വിവേകവും ഇതിനൊക്കെ നോക്കുമ്പോൾ ഇതിനൊക്കെ ക്ഷമ വേണം, സഹനശക്തി വേണം, ധൈര്യം വേണം, ഉറപ്പ് വേണം. ഇതൊക്കെ നമ്മൾ അതിൽ വരുന്നുണ്ട്. 36 ഗുണങ്ങൾ വരുന്നുണ്ട് സനാതന ധർമ്മത്തിൽ. ഇതെല്ലാം നമ്മളിലുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മളെ തന്നെ നമുക്ക് അസസ് ചെയ്യാം. അങ്ങനെ നമുക്ക് റിഫോം ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ വേണം നമ്മളെ തിരുത്താൻ, നമ്മുടെ ശീലങ്ങളിൽ നിന്ന് മാറാൻ. ഇതിലൊക്കെ മനസ്സിനെ പരിശീലിപ്പിച്ച് നിരന്തര ചിന്തനം. അല്ല വൺസിനെ നമ്മൾ ഏതോ കാണാതെ പഠിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. നമ്മൾ ഗീത പഠിച്ചതിന്റെ അർത്ഥം പഠിച്ചിട്ടില്ല. ഈ പറയുന്ന വാല്യൂസിൽ ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്, എൻ്റെ കർമ്മങ്ങൾ എങ്ങനെയാണ്, എൻ്റെ മനോഭാവം എങ്ങനെയാണ്, ഇതൊക്കെ നമ്മളെ അസസ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ പരിശീലിക്കും. ഇതൊരു പരിശീലന കൃത്യം കൂടെ വരേണ്ടത്, അല്ലാതെ നമ്മൾ അറിവിൽ കൂടെ എനിക്കിത് നേടാൻ പറ്റും. ഈ അറിവിനെ ഞാൻ പരിശീലനമാക്കിയില്ലെങ്കിൽ വെറും അറിവിന്റെ തലത്തിൽ നിന്നോട്ട് എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. ഈ ഭഗവത്ഗീത ഒരു അറിവിന്റെ തലത്തിൽ മാത്രം ഉൾക്കൊണ്ടാൽ ജീവിതത്തിൽ ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് ഇതിനെ പരിശീലിക്കാൻ ശ്രമിക്കണം.
എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാം? ഇനി ഒരു 4 മിനിറ്റ് ഉണ്ട്. ലതകുഞ്ഞുമ്മയ്ക്കൊന്നും പറയാനില്ലയോ? ഒന്നും പറയാൻ എന്തോ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ശരി. ഷീബയ്ക്കോ? കേക്കാവോ? എന്തോ? കേക്കാവോ? കേക്കാം. ലതികുച്ചുമേ പറയൂ. ലതികുച്ചുമേ മ്യൂട്ട് എടുത്താൽ മതി. മ്യൂട്ട് എടുത്താൽ ഇപ്പൊ മ്യൂട്ട് പിന്നെയും മ്യൂട്ടിലായിട്ടായി പോയി. ഏ? ഇപ്പൊ കേക്കുവോ? ഇപ്പൊ കേക്കാം. അല്ല, നമ്മളെ ഇത് കേൾക്കും തോറും നമുക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് അങ്ങോട്ട് അത് ആ അപ്ലൈ ചെയ്യാൻ ഇങ്ങോട്ട് വളരെ ബുദ്ധിമുട്ട് അതാ പറ്റുന്നില്ല. ബുദ്ധിമുട്ടാ. പക്ഷെ അതാണ്. നമ്മള് ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രമിച്ചുകൊണ്ടേ പരിശീലിച്ചു. അതാ ശ്രമമാണ് പരിശീലനം. പക്ഷെ ആദ്യ രണ്ടാമത്തെ പ്രാവശ്യമൊക്കത്തില്ല. പക്ഷെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഓരോ ദിവസവും ഇതിനു വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്നൊക്കത്തില്ല കൊച്ചമ്മേ. ഇത് നമ്മൾ അത് കേട്ടത് കൊണ്ട് അടുത്ത ദിവസം തന്നെ നമ്മൾ ഇങ്ങനെ ആകാൻ പറ്റത്തില്ല. അത് ശരിയാ. അത് ഒന്ന് ശ്രമിക്കും, പറ്റത്തില്ല. രണ്ടും പിന്നെ അതുപോലെ നോക്കാം, അത് പറ്റത്തില്ല. ഈ 3-4 പ്രാവശ്യം ആകുമ്പോഴേ പതുക്കെ പതുക്കെ നമുക്ക് നമുക്ക് തന്നെ അറിയാം, പതുക്കെ കുറച്ചൊക്കെ ആയി വരുന്നു. ഇങ്ങനെ പോകുന്തോറും പതുക്കെ അങ്ങനെ ഗ്രാജുവൽ ആയിട്ടേ ആകത്തുള്ളൂ. ശരിയാ. അതെ അതെ, അത് നമ്മൾ ശ്രമിക്കുക. അതെ, അത് വിടരുത്. ഈ പരിശീലനം നമ്മുടെ ശ്രമം ഒരിക്കലും വിടരുത്. ഈ മനസ്സിലാക്കുന്ന കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഈ ശ്രമത്തിൽ കൂടെ നമ്മൾ പതുക്കെ പതുക്കെ, അത് വേറെ ശ്ലോകത്തില് ഒരു വ്യാഖ്യാനത്തില് സിനിമയുടെ സമയം ശരിക്കും പറയുന്നുണ്ട്. അർജുന്റെ ഭക്തിയോഗത്തിൽ അത് വരുന്നേ. നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശരി. ശരി മോനെ. ശരി ശരി ശരി, നമുക്ക് നാളെ കാണാം. വേറെ ആർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? ശരി, നമുക്ക് നാളെ കാണാം.